സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ വിപണിയിലെ മാറ്റത്തെ രണ്ട് തരത്തിലാണ് ഉപഭോക്താക്കൾ കാണുന്നത്. ഉയരുന്ന സ്വർണ്ണവില ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും നിക്ഷേപമായി കാണുന്നവർക്ക് ആശ്വാസമാണ്. ഇനി വരും ദിവസങ്ങളിലും വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഓരോ ദിവസവും സ്വർണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് കണ്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ഒരു ദിവസമെങ്ങാനും വില സ്വല്പം കുറഞ്ഞാലോ? പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ് എന്ന അവസ്ഥയും. കുറഞ്ഞതിന്റെ ഇരട്ടിയായാണ് വില കൂടുന്നത്. വില കൂടുന്നത് സാധാരണക്കാർക്കാണ് തിരിച്ചടിയാകുന്നത്. സ്വർണം വാങ്ങുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. അതേസമയം ഇനിയും വില വർദ്ധിക്കാനുള്ള സാധ്യതയും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 10 പവൻ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ആവില്ലേ? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, സാധാരണക്കാരെ കൊണ്ടൊന്നും പറ്റില്ല. എങ്ങോട്ടാണ് പോണേന്ന് അറിഞ്ഞൂടാ. മാരേജൊക്കെ വരുമ്പോൾ അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി സ്വർണ്ണം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വർണ്ണം വില കൂടുമ്പോൾ ഇല്ല, റേറ്റ് കൂടുന്നത് അത് ആർക്കും അത് കല്യാണ പാർട്ടിക്കൊക്കെ ഒരു വിഷയം തന്നെയാണത്. ഒരുമാതിരിപ്പെട്ട സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ സ്വർണം ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. ഒപ്പം മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്തവർക്കും വിപണി ആശ്വാസമാണ്. നമ്മൾ നേരത്തെ കുറച്ച് എമൗണ്ടിനാണല്ലോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വില കൂടി, അപ്പോൾ നമുക്ക് നാളെ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. സ്വർണ്ണത്തിന് വില കൂടുന്നതുകൊണ്ടും മേടിക്കുന്നതുകൊണ്ടും. ഇപ്പം തന്നെ ബാങ്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. പണ്ട് തന്നെ ബാങ്കിൽ നിസ്സാര പൈസ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ കൊണ്ട് നിസ്സാര സ്വർണ്ണം കൊണ്ടേ കൊടുത്താൽ തന്നെ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തീർച്ചയായും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഗോൾഡ് സേവ് ചെയ്യുന്നത് അത് ഫ്യൂച്ചറിലത്തേക്ക് എന്തായാലും അത് യൂസ്ഫുള്ളേ ആവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ദീപാവലിയോടെ 1 പവൻ സ്വർണ്ണാഭരണത്തിന്റെ വില പണിക്കൂലി സഹിതം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.